ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ഓർക്കാപ്പുളി എന്ന് ഞങ്ങൾ പറയും കേട്ടോ, അത് എടുത്തിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇക്കൂസാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കട്ട് ആക്ഷൻ എന്നൊക്കെ പറയുന്നതിനനുസരിച്ച് ഞാനിത് എങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോന്നും. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ട് നിങ്ങളൊന്നും അങ്ങോട്ട് കണ്ണടച്ചേക്കാം കേട്ടോ. അപ്പോൾ ആക്ഷൻ പറഞ്ഞ ഉടനെ ഞാനിതേ പാത്രമൊക്കെ എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഓർക്കാപ്പുളിയുടെ മരം നിൽക്കുന്നത് തറവാട്ടിലാണ് കേട്ടോ. അപ്പോൾ താഴേക്ക് ഞാൻ ഇറങ്ങി പോകുന്നത് എൻ്റെ തറവാടിൻ്റെ ഒരു ഭാഗത്താണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആരുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ളവരൊക്കെ വേറെ വീടൊക്കെ വെച്ചിട്ട് ഒരുപാട് ദൂരത്തേക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ മലയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കേട്ടോ. ഇതാണ് നാമാവശേഷം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണേ. ഇവിടേക്ക് എത്തുമ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ കുട്ടിക്കാലമായിട്ട് ഓർമ്മ വരാറുള്ള എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ആരുമില്ല, എനിക്ക് പോലും ഒന്ന് കമ്പനിക്ക് ഇപ്പോൾ ആരുമില്ല കേട്ടോ. എല്ലാവരും വീട് വെച്ച് മാറിയതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ മാത്രം ഒറ്റയ്ക്കായിപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മകൾ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളിതേ പുളിമരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഓർക്കാപ്പുളി. ഓരോ നാട്ടിലെ ഇതിന് ഓരോരോ പേരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. വേറെ എന്തൊക്കെയാണ് അതിന് പറയാമെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ ഓർക്കാപ്പുളി തന്നെയാണ് പറയാറുള്ളത്. ചെറിയൊരു മരം തന്നെയാണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിറയെ കായ്ക്കായിരുന്നു കേട്ടോ ഒരു സമയത്തൊക്കെ. ഇത്തവണ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കുരങ്ങന്മാർ വന്നിട്ട് ഇത് നന്നായിട്ട് കഴിക്കും കേട്ടോ ഇത് എടുത്തിട്ട്. അപ്പം ബാക്കിയുള്ളത് ഞങ്ങളെടുത്ത് അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് പറിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവരെന്തായാലും കഴിച്ചല്ലോ, ഇനി ബാക്കിയുള്ളത് ഞങ്ങൾ എടുക്കട്ടെ എന്ന് വിചാരിച്ചു ആ ഒരു മനസ്സ്. മോൻ്റെ കയ്യിലൊരു തോട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതുകൊണ്ട് അവന് പറിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അതുമ്മൽ കൊക്കയൊന്നും കെട്ടി കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ അടിച്ചിട്ട് താഴെ വീഴുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ താഴെ കാണുന്ന പുളിയൊക്കെ അവന് പെറുക്കിയിട്ട് പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനതിൻ്റെ മുകളിലുള്ളതൊക്കെ ഞാനിങ്ങനെ പറിച്ചുകൊണ്ടിരുന്നിട്ട് പാത്രത്തിലിട്ട് കൊടുക്കാം കേട്ടോ. കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പോലും ഇങ്ങനെ മരത്തുമ്മൽ കാണുമ്പോൾ നമുക്കൊന്ന് കഴിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പം ഞാനതൊന്നും ഒരെണ്ണം എടുത്തിട്ട് ഞാനിതേ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല പുളിയായിരുന്നു കേട്ടോ. പിക്കൂസിനോട് കഴിക്കാൻ പറഞ്ഞപ്പോൾ മോനും കൊടുത്ത സമയത്ത് അവൻ്റെ എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് ആകപ്പാടെ കിളി പോയ അവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ ഇക്കൂസ് ഒരെണ്ണം എടുത്തിട്ട് കഴിച്ചു നോക്കി. പിക്കൂസിന് അതേ സെയിം എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പുളിയായിരുന്നു കേട്ടോ. അങ്ങനെ വീഡിയോസ് പിന്നെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇക്കൂസ് പിന്നെ പറിക്കാനായിട്ട് നിന്നു കേട്ടോ. മോന് പിന്നെ പാത്രം പിടിച്ചിട്ട് ഞങ്ങളെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക തന്നെയായിരുന്നേ. അങ്ങനെ മരത്തിലുള്ള പുളി മൊത്തം പറിച്ചെടുത്തിട്ട് ഞങ്ങളിതേ മരത്തിനെ മൊട്ടടിച്ച അവസ്ഥയിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പാവം കുരങ്ങന്മാരെ ഫാമിലി വരുമ്പോൾ എന്തോന്ന് കഴിക്കുന്നും പടച്ചോന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതുമ്മലെ ഒന്നും ഇല്ലല്ലോ. ഇനി അവർ ഞങ്ങളെ നോക്കി പല്ല് കളിക്കുമോന്നാവോ. മോനെ അവസാനം അവന് പറിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ തോട്ടിയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാവം ഒരെണ്ണം പോലും പറിക്കാൻ പറ്റാത്തതുകൊണ്ട് അവന് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഒന്നാമത് തല്ലി കൊഴിച്ചാലൊക്കെ താഴെ വീണ് നാശമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിനുള്ള സമ്മതം കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇക്ക പിന്നെ അവന് വിഷമമാവണ്ടെന്ന് വിചാരിച്ച് ലാസ്റ്റ് മുകളിലുള്ളത് അവനെ എടുത്തിട്ടൊക്കെ അവനെ കൊണ്ട് പറപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണമെങ്കിലും അങ്ങനെ പറിക്കാൻ പറ്റിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അവനതൊക്കെ കണ്ടപ്പോൾ ആകപ്പാട് ചിരി വരുന്നുണ്ടായിരുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാൻ വീഡിയോയും കൂടി എടുക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയപ്പം അവന് കുറച്ചൊരു ഷൈ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ലാതെ പറിച്ചല്ലോ എന്നുള്ള സന്തോഷം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ചാറിടാൻ ആവശ്യത്തിനുള്ള പുളിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ട് നിൽക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇക്കൂസിനോട് പല കാര്യങ്ങളും എൻ്റെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇക്കൂസ് പറയുന്നുണ്ടായിരുന്നു ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തുന്നു കേട്ടോ. നമുക്കങ്ങനെ നമ്മളെ ഇഷ്ടമുള്ള ഒരു സ്ഥലത്തെത്തുമ്പോൾ അതിൻ്റെ ഓർമ്മകളുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലോ, എത്ര തന്നെ പറഞ്ഞതായാലും. അപ്പം ഞങ്ങളിത് അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് കയറാനായിട്ട് നിൽക്കുക കേട്ടോ. അപ്പം നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചീര കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ചുവപ്പ് ചീര കേട്ടോ. അപ്പോൾ ഇതിന് പല പേരുകളുണ്ടെന്ന് തോന്നുന്നുണ്ടേ. അപ്പോൾ ഞങ്ങളിതിന് ചുവപ്പ് ചീര എന്നാണ് പറയാറുള്ളത്. കാട്ടിലൊക്കെ ഇത് നിറയെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം ഞങ്ങളിത് പറിച്ച് ഉപ്പേരി വയ്ക്കലും താളിക്കലൊക്കെ ഉണ്ട് കേട്ടോ. ഇക്കൂസിനെ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ ഇക്കൂസ് പറയുന്നുണ്ടായിരുന്നു ഇത് കാട്ടിലത്താണ്, കഴിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരായതുകൊണ്ട് അതൊക്കെ കഴിക്കുന്നതെന്ന് പറഞ്ഞ് ഇക്കൂസ് എന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്തായാലും അത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് തന്നെ. സാധാ ചീര ഉപ്പേരി കഴിക്കുന്ന പോലെ തന്നെ ആയിട്ടുള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വീട്ടിലേക്ക് കയറുന്നതിൻ്റെ അടുത്ത് 2 മുള്ളൻ ചക്കേൻ്റെ മരം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇത് ക്യാൻസറിനൊക്കെ ബെസ്റ്റാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് വെറുതെ താഴെ വീണൊക്കെ പോവാറാട്ടോ പതിവ്. ആദ്യത്തെ കാലത്തൊക്കെ എന്ന് പറയുന്നത് ഞങ്ങളത് എടുത്തിട്ട് ഉപ്പേരി വെച്ചിട്ടോ അല്ലെങ്കിൽ കൂട്ടാൻ വെച്ചിട്ടോ കറി വെച്ചിട്ടൊക്കെ കഴിക്കാറുണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ അതങ്ങനെ കഴിക്കാനായിട്ടൊന്നും എടുക്കാറില്ല കേട്ടോ. തേങ്ങ വറുത്തരച്ചാലൊക്കെ ഭയങ്കര ടേസ്റ്റ് തന്നെയായിരുന്നേ. കുരങ്ങന്മാർ പറഞ്ഞ പോലെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം തന്നെയാണ് കേട്ടോ. അതുപോലെ അതിൻ്റെ കായ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ആസ്വദിച്ച് കഴിക്കുന്ന കാണാം. ചിലപ്പോൾ ഒക്കെ അത് താഴെ പഴുത്ത് ചീഞ്ഞ് പോയിട്ടൊക്കെ നടക്കാൻ പറ്റാത്തൊരിതാണ് കേട്ടോ. അതിൻ്റെ ഇല എന്ന് പറയാൻ ഭയങ്കര ഒരു സ്മെല്ലാണ്. അതുകൊണ്ട് എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ അതിൻ്റെത്. അങ്ങനെ പുളിയൊക്കെ പറിച്ച് ഓരോ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് പൈപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഞാൻ നന്നായിട്ട് കഴുകുന്നുണ്ടായിരുന്നേ. മോൾക്കും മോനും പൈപ്പ് തുറന്നാൽ പിന്നെ അതിൻ്റെ അടുത്തായിരിക്കും കേട്ടോ കളി. എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ വീഴുമോ എന്നുള്ള പേടിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് വെള്ളം വീണ് വീണ് ഒരു വഴുക്കലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഭാഗത്ത്. അപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ തോർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് അരിഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലിട്ടിട്ടായിരുന്നു കേട്ടോ ഈ പുളി പറിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ അച്ചാറിടുക എന്നുള്ളതും കൊണ്ട് മനസ്സിലുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ എനിക്കൊരു വീഡിയോക്കുള്ള വകുപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഒന്നും നോക്കാതെ ഇതിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വല്ലഭന് പുല്ലു ആയതെന്ന് പറഞ്ഞ പോലെ തന്നെ വീഡിയോ എടുക്കാനായിട്ട് തുനിഞ്ഞാൽ എല്ലതും നമ്മളെ മുന്നിൽ കണ്ടന്റ് തന്നെ ആയിട്ട് മാറുമല്ലോ. അങ്ങനെ ആ ഒരു മൈൻഡും വെച്ചിട്ട് ഇറങ്ങിയതായിരുന്നേ. അങ്ങനെ പുളിയൊക്കെ പറിച്ച് വീട്ടിലെത്തിയ ഉടനെ തന്നെ ഇക്കൂസ് പോയിട്ട് കിടന്നുറങ്ങാൻ പോയിട്ടോ. ഒന്നാമത് ആൾ രാവിലെ തന്നെ എത്തിയതായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കേട്ടോ. അതിൻ്റെ ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും മൂപ്പരെ പിടിച്ച് നിർത്താനും പറ്റിയതില്ല കേട്ടോ. പിന്നെ ഉമ്മ പറഞ്ഞു വീഡിയോ ഞാനെടുത്തോളാം നീ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കാണ്ട് കട്ടിംഗ് ബോർഡും കത്തി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. സാധാരണ ഞാൻ കൊലായിൽ ചേറ്റടിയിലിരുന്നിട്ടാണ് ഇതുപോലെയുള്ളതൊക്കെ മുറിച്ചെടുക്കാറ്. അങ്ങനെ ഞാനിത് ഇങ്ങനെ തലയും വാലൊക്കെ പുളീൻ്റെതും അരിഞ്ഞ് മാറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിങ്ങനെ അരിഞ്ഞ് വെച്ചത് കൂടുതലായിട്ട് കാണാനായിട്ട്. ആ ഒരു പച്ച കളറൊക്കെ നല്ലൊരു രസമുണ്ടായിരുന്നു. പുളികളെല്ലാം തന്നെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഉമ്മ നേരെ അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അപ്പം ഞാനിതേ തിണ്ടിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അടുക്കളയിൽ നിന്ന് വെച്ചിട്ട്. അപ്പോൾ ഉമ്മ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കടുക് ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ കാര്യങ്ങളൊന്നും തന്നെ ആദ്യം തന്നെ ഒഴിച്ചിട്ടില്ലായിരുന്നേ. അതുകൊണ്ട് കടുക് പൊട്ടിച്ചതിൻ്റെ ശേഷം രണ്ടാമതെന്ന് പറയുന്നത് ഉമ്മ ഉലുവ ആവശ്യത്തിന് എടുത്തിട്ട് അതും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉലുവയും കടുകൊക്കെ ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ ആ ഒരു സ്മെല്ല് ഇപ്പം പറയാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അത്രയും നല്ലൊരു ഗന്ധമായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടും കൂടെ വറുത്ത് വെച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി രണ്ടും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാൻ പോവുമായിരുന്നു കേട്ടോ ഉമ്മ. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ കടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊടിച്ച് പൊടിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ചീനച്ചട്ടി എന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലെണ്ണ ഇരുന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മ സാധാരണ എണ്ണയിലാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ എണ്ണയൊക്കെ ചൂടായ സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് കൂടെ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പുളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഓർക്കാപ്പുളി. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്നായിട്ട് ഉമ്മ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ അതിൽ കിടന്നിട്ട് ഒന്ന് പാകമാവുന്നത് വരെ ഇളക്കി കൊടുക്കേണ്ടതുണ്ടേ. ഞങ്ങൾ സാധാരണയായിട്ട് അച്ചാർ പുറത്തുനിന്ന് വാങ്ങിക്കാറേ ഇല്ല കേട്ടോ. ഉമ്മ ഇതുപോലെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരാറുള്ളത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇതുപോലെ ഓർക്കാപ്പുളി, അല്ലെങ്കിൽ മാങ്ങ, വെളുത്തുള്ളി, അല്ലെങ്കിൽ മാങ്ങഞ്ചി. ഇതെപ്പോഴായിട്ടും ചിലപ്പം വീട്ടിലെപ്പോഴും ഉമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ഇക്കോസിന് പിന്നെ അച്ചാറുണ്ടെങ്കിൽ അതും കൂട്ടിയിട്ട് തന്നെ പച്ചച്ചോറായാലും പോലും ആൾ കഴിക്കും കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അച്ചാറിൽ. ഉമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് മാങ്ങഞ്ചിയുടെ അച്ചാർ തന്നെയാണ് കേട്ടോ. മറ്റുള്ള എല്ലാ അച്ചാറും ടേസ്റ്റ് തന്നെയാണ്, എന്നാൽ എനിക്കൊന്നും കൂടെ ഇഷ്ടം മാങ്ങഞ്ചിയുടെ അച്ചാറാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ഓർക്കാപ്പുളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വാടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശേഷം ഉമ്മ അതിലേക്ക് ആവശ്യത്തിനുള്ള അച്ചാറിൻ്റെ പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നീട് ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഉമ്മയുടെ ഒരു പാകത്തിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മസാലയിൽ കിടന്നിട്ട് ഓർക്കാപ്പില നല്ല രീതിയിലൊന്ന് വഴറ്റി വരേണ്ടതുണ്ട്. അതിന് ശേഷം ഉമ്മ അതിലേക്ക് സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സുർക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ പറയാം, വിനാഗിരി എന്ന് പറയും കേട്ടോ. അപ്പം അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ അത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല കൊതിയാവുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ഭംഗിയും തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മളിതിലേക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് ഉമ്മ എനിക്കൊരു ഇത്തിരി എടുത്ത് ടേസ്റ്റ് നോക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് കയ്യിൽ ഒഴിച്ചിട്ട് ഞാൻ രുചിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു സുർക്കേൻ്റെ പുളിയും ഓർക്കാപ്പുളിയുടെ പുളിയും ഉപ്പിൻ്റെ രുചിയും മുളകിൻ്റെ ഇതെല്ലാം പാടായതുകൊണ്ട് തന്നെ വായിക്ക് നല്ല രുചി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഓർക്കാപ്പുളിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ള അച്ചാർ കഴിക്കുന്ന പോലെയൊന്നുമില്ല, അതൊന്നും ഒരു വ്യത്യസ്തമായിട്ടായിരിക്കും കേട്ടോ നിൽക്കുക. അപ്പോൾ ഉമ്മ നല്ല രീതിക്ക് തന്നെ മിക്സൊക്കെ ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും കടുകിൻ്റെ പൊടിയും കൂടെ ഒന്ന് അതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിതിൽ പച്ചമുളക് ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം മുളക് പൊടിയുടെ ഒരു എരിവിന് ആവശ്യത്തിനുള്ളത് കൊണ്ട് പച്ചമുളക് അങ്ങനെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. വേണ്ടവർക്ക് അതും ചേർക്കാം കേട്ടോ. ഞങ്ങൾ സാധാരണ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ഉലുവയുടെയും കടുകിൻ്റെ പൊടിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതും വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം തന്നെ എടുത്ത് കഴിക്കാനായിട്ട് തോന്നും കേട്ടോ. പക്ഷേ ക്ഷമ ഇത്തിരി ആവശ്യമാണ് കേട്ടോ അതിന്. എന്താണെന്ന് വെച്ചാൽ അതൊന്ന് തണുത്ത് സെറ്റായി ഒരു 2 ദിവസമെങ്കിലും അതുപോലെ വെച്ചിട്ട് വേണം നമുക്കത് കഴിക്കാനായിട്ട്. അപ്പോഴായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് തോന്നിക്കല്ലേ. അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷമോ തണുത്തതിന് ശേഷമോ നമുക്ക് അച്ചാറിൻ്റെ കുപ്പികളിൽ അതുപോലെ ജാറുകളിലോ വെള്ളമായി ഒട്ടും തന്നെ ഇല്ലാത്ത പാത്രങ്ങളിലൊക്കെ നമുക്കിത് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതിൽ കായപ്പൊടി ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. ചേർക്കാത്തത് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പോർക്കാപ്പുളിയുടെ അച്ചാർ ഉണ്ടാക്കി നോക്കാത്തവരും കഴിക്കാത്തവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ.